UDF സ്ഥാനാർത്ഥി വി വസീഫ് കലാശക്കൊട്ട ദിവസത്തെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മണ്ഡലത്തിൽ ഒരു ഓട്ടപ്രദക്ഷിണമാണ് അദ്ദേഹം നടത്തുന്നത്. വസീഫ് നമ്മോടൊപ്പം ചേരുന്നു. വസീഫിന്റെ പ്രചരണ വാഹനത്തിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. വസീഫ്, കലാശക്കൊട്ടാണെന്ന് പരസ്യ പ്രചാരണത്തിന് കേവലം മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു. അവസാന പ്രതീക്ഷകൾ എങ്ങനെ? മലപ്പുറത്ത് ഇടതുപക്ഷം ജയിക്കും. ഞാൻ തുടക്കം മുതൽ നിങ്ങൾ റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് ന്യൂസ് 18 വലിയ മെജോറിറ്റി ഉള്ള മണ്ഡലമാണ് UDF എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മൾ സൗഹാർദ്ദത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തിരുത്തി പറയേണ്ടി വരും. ഇപ്പോ നിങ്ങളുടെ ബോധ്യം തിരുത്തേണ്ടി വരും എന്ന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തരത്തിലേക്ക് മണ്ഡലത്തിലെ ജനങ്ങളാകെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു തർക്കവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പോടുകൂടി മുസ്ലിം ലീഗിലെ ചില നേതൃത്വത്തിലിരിക്കുന്ന ചിലരുടെ സ്ഥാനം തെറിക്കും. അടിയൊഴുക്കുകൾ ശക്തമാണ്. അടിയൊഴുക്കാണോ മുകളിലൂടെയുള്ള ഒഴുക്കാണോ എന്നുള്ളത് നമുക്ക് ജൂൺ 4 ബോധ്യപ്പെടും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ തെരഞ്ഞെടുപ്പോടുകൂടി മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്തിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകും, മാറ്റമുണ്ടാകും, പലരുടെയും സ്ഥാനം തെറിക്കും. മറുവശത്ത് പരിണിതപ്രജ്ഞനായ മുതിർന്ന നേതാവാണ് AT മുഹമ്മദ് ബഷീർ. പാർലമെന്റേറിയനാണ്, നിരവധി വർഷത്തെ പരിചയമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിക്കെതിരെ താങ്കളെ ജനങ്ങൾ സ്വീകരിക്കാൻ എന്താണ് അതിന്റെ അടിസ്ഥാനമായിട്ട് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഒരു 20-24 കൊല്ലത്തോളം ഏറ്റവും സജീവമായി രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു വ്യക്തിയാണ് ഞാനും. അത്യാവശ്യം ജനങ്ങൾക്കിടയിൽ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധി ആവുക എന്നുള്ളതല്ല, പൊതുസേവനത്തിന് ജനപ്രതിനിധിയാകണമെന്നില്ല. ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജനം ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. ഒരാള് ഒരു സ്ഥാനത്തെത്തിയാൽ ആ സ്ഥാനത്ത് തന്നെ അങ്ങ് ഇരിക്കുക എന്നുള്ളതല്ലല്ലോ. അങ്ങനെ തുടർച്ചയായ ഒരു സ്ഥാനത്ത് ഒരാളെ തന്നെ ഇരുത്തുന്നത് ഒരു കാലത്തും ഒരു ജനത്തിനും ഇഷ്ടപ്പെടും, നിങ്ങൾക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ തുടർച്ചയായി ഒരേ ആളുകൾ തന്നെ വീണ്ടും വീണ്ടും മത്സരിക്കുന്നു. ആ പാർട്ടിയിൽ തന്നെ വേറെ എത്ര ആളുകളുണ്ട്. ഇതുപോലെ ഒരു അവസരം കൊടുത്താലല്ലേ പുതിയ ആളുകൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. വലിയ വികാരം ഉണ്ടാകും, സ്വാഭാവികമല്ലേ. ഇങ്ങനെ തുടർച്ചയായി, അതും ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നേതൃത്വത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ? അതൊന്നുമില്ല. അതൊരു അവരുടെ പാർട്ടി. ഞാൻ അവരെ നന്നാക്കിയല്ലേ പറയുന്നത്. അവരുടെ പാർട്ടിയിലും നന്നായി ഇടപെടാൻ പറ്റുന്ന ആളുകളുണ്ട്. അത് അവർക്കിടയിൽ ചർച്ചയുണ്ട്. നിങ്ങൾ കേട്ടതല്ലേ എത്ര ആളുകളാണ് സമസ്ത മാത്രമല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ മണ്ഡലത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ എന്നെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വലിയ മാറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാകും. ചുവപ്പും കറുപ്പും മലപ്പുറത്ത് മാറ്റമുണ്ടാകും. മലപ്പുറത്തെ ജനവിധി ഇടതുപക്ഷത്തിന് അനുകൂലമായി. ഇത്തവണ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് മുസ്ലിം ലീഗിന്റെ ചില നേതൃത്വത്തിന് കൊടുക്കും ഈ ജനങ്ങൾ. മലപ്പുറത്ത് വലിയ മാറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് വി വസീഫ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലാണ്, പുരോഗമിക്കുകയാണ്. അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.